ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നായിരുന്നു. ഇംഗ്ലീഷുകാരെ എതിർക്കാൻ വേണ്ടത് ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് തിരിയാനുള്ള സാമാന്യ ബോധം പോലും ഇവിടുത്തെ പൗരോഹിത്യത്തിനുണ്ടായില്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്, വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ ഈ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് പൗരോഹിത്യത്തെ പഠിപ്പിക്കണം. പലതും പഠിപ്പിച്ചല്ലോ. ഇവിടെ ഇപ്പോൾ പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്നുള്ളത് തീർന്നു പോയില്ലേ? ഇപ്പോൾ ഇവർക്ക് ഇവർ പറഞ്ഞിരുന്നു എന്ന് 1934 സമസ്തയുടെ പ്രമേയത്തെ പറ്റി ഞാൻ പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 34 മാർച്ച് 10 ആ പ്രമേയം പാസ്സാക്കിയത് മണ്ണാർക്കാട് വെച്ചിട്ട്. എന്താണ് ഇയാളുടെ സംസാരം കേട്ടാ തോന്നുക? ഈ സമുദായത്തെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്, അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയത്, കയ്യെഴുത്ത് പഠിപ്പിച്ചത്, അതൊക്കെ ഏതെങ്കിലും സർക്കാരുകൾ അടിച്ചേൽപ്പിച്ചത് കൊണ്ട്, ഈ സൂംബ ഡാൻസ് അടിച്ചേൽപ്പിക്കുന്നത് പോലെ അടിച്ചേൽപ്പിച്ചത് കൊണ്ടോ, അതെങ്കിൽ ഇയാളെപ്പോലെയുള്ള ചില സന്ദേഹവാദികളുടെയൊക്കെ ക്ലാസ് കേട്ടത് കൊണ്ടോ ഒക്കെയാണ് ഈ സമുദായം ഇങ്ങനെ പുരോഗമിച്ചത് എന്നല്ലേ തോന്നുക? സത്യത്തിൽ അങ്ങനെയാണോ? ഈ കാരശ്ശേരി മാഷോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു വിഷയം പറയുമ്പോൾ അത് പൂർണ്ണമായ നിലക്ക് പറയാൻ നിങ്ങൾ തയ്യാറാവണ്ടേ? ആരാണ് ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അതല്ലെങ്കിൽ തെറ്റായ ധാരണകളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിച്ച് അവരെ പുരോഗതിയിലേക്ക് നയിച്ചത്? അതുകൂടെ പറയാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ? അത് നിങ്ങൾ പറയണ്ടേ? താങ്കളെപ്പോലെയുള്ള ആളുകളുടെ പ്രസംഗം കേട്ടിട്ടാണോ? സർക്കാർ ഇടപെട്ട് നടപ്പിലാക്കിയത് കൊണ്ടാണോ ഇംഗ്ലീഷ് പഠിച്ചത്? സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയത്, അതല്ലെങ്കിൽ അവരെ കൈയെഴുത്ത് പഠിച്ചത്? ഒരിക്കലുമല്ല. മറിച്ച് വിവരവും വിദ്യാഭ്യാസവും കാഴ്ചപ്പാടുമുള്ള ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും ഓതിക്കൊടുത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ പറഞ്ഞുകൊടുത്ത്, ആ പ്രമാണങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊടുത്ത്, അറബിയല്ലാത്ത ഭാഷ പഠിക്കുന്നതിൻ്റെ പ്രത്യേകതയും അതുകൊണ്ടുള്ള നേട്ടവും പറഞ്ഞുകൊടുത്ത്, അതേപോലെ തന്നെ സ്ത്രീകൾ വിദ്യാഭ്യാസം നുകരേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞുകൊടുത്തത്, അതിനവർക്ക് പ്രചോദനമായത് ആരാ? ഈ ദീനിന്റെ പ്രമാണങ്ങളാണ്, ഖുർആനും സുന്നത്തുമാണ്. അത് പറഞ്ഞു കൊടുക്കാൻ എത്രയെത്ര നവോത്ഥാന നായകന്മാർ ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരാണ് ഈ സമൂഹത്തെ ഉദ്ധരിച്ചത്.